ശിവന്റെ 19 അവതാരങ്ങൾ അറിയാതെ ഭക്തി പൂർണ്ണമാവില്ല. കാലം ജനിക്കുന്നതിനു മുമ്പേ കാലത്തെ പോലും നിയന്ത്രിച്ച ഒരേയൊരു ശക്തിയുണ്ടായിരുന്നു. അവൻ മഹാദേവൻ ശിവൻ. ലോകത്ത് അധർമ്മം ഉയരുമ്പോഴൊക്കെയും ശിവൻ ഒരേ രൂപത്തിൽ വന്നില്ല. അവൻ കാലത്തിനനുസരിച്ച്, ആവശ്യത്തിനനുസരിച്ച് 19 ദിവ്യ അവതാരങ്ങളായി ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. ഇത് അവയുടെ കഥയാണ്. ആദ്യ അവതാരം വീരഭദ്രൻ. ദക്ഷയജ്ഞത്തിൽ ദേവന്മാരുടെ അഹങ്കാരമുയർന്നപ്പോൾ ശിവന്റെ ക്രോധത്തിൽ നിന്ന് പിറന്ന ഭീകരരൂപം. അഹങ്കാരം ദൈവത്തിനു മുന്നിൽ നിലനിൽക്കില്ലെന്ന് ലോകമാദ്യമായി അറിഞ്ഞ നിമിഷം. അടുത്തത് ശരഭൻ. നരസിംഹന്റെ അതിക്രോധം ലോകത്തെ തന്നെ വിഴുങ്ങുമെന്നപ്പോൾ അത് ശമിപ്പിക്കാനെത്തിയ ശിവന്റെ അതിശക്തമായ രൂപം. ഭയ്യറൻ. കാലത്തെ പോലും ഭയപ്പെടുത്തുന്ന ദേവൻ. ഇന്നും കാശിയിലെ കാവൽക്കാരനായി അവൻ കാലത്തെ കണക്കാക്കുന്നു. മഹാഭാരതത്തിൽ ശാപമേറ്റുവാങ്ങിയ അമരൻ അശ്വത്ഥാമൻ. ശിവന്റെ അംശാവതാരമായി ഇന്നും ഭൂമിയിൽ അലഞ്ഞു നടക്കുന്നു എന്ന വിശ്വാസം. ഹനുമാൻ. രാമനോടുള്ള അചഞ്ചന ഭക്തി. അത് ശിവന്റെ രുദ്രാംശമെന്ന് പുരാണങ്ങൾ പറയുന്നു. ഹിമാലയത്തിലെ മൗനഗുരു ദക്ഷിണാമൂർത്തി. വാക്കുകളില്ലാതെ ജ്ഞാനം പകർന്ന ദേവരൂപം. പാലാഴിമഥനത്തിൽ ലോകം വിഷത്തിൽ മുങ്ങുമ്പോൾ അത് കുടിച്ച് നീലനിറമായ നീലകണ്ഠൻ, ലോകത്തിന്റെ രക്ഷകൻ. അർജുനന്റെ അഭിമാനം തകർക്കാൻ വേട്ടക്കാരനായി വന്ന കിരാതൻ. ധ്യാനത്തിന്റെ പരമാവധി രൂപം യോഗീശ്വരൻ. മൗനത്തിലൂടെ തന്നെ ബ്രഹ്മാണ്ടത്തെ നിയന്ത്രിച്ചതൻ. ആനന്ദതാണ്ഡവം ചെയ്ത നടരാജൻ. ഒരു ചുവടിൽ സൃഷ്ടി, ഒരു ചുവടിൽ ലയം. ചന്ദ്രനെ ശിരസിൽ ധരിച്ച ചന്ദ്രശേഖരൻ, സൗമ്യതയുടെ പ്രതീകം. പശുപതി. സകല ജീവജാലങ്ങളുടെയും രക്ഷകൻ. പുരുഷനും സ്ത്രീയും ഒന്നായി ലോകത്തെ പഠിപ്പിച്ച അർദ്ധനാരീശ്വരൻ. അഹങ്കാരം തകർക്കാൻ ഭിക്ഷയുമായി നടന്ന ഭിക്ഷാടനൻ. കാമദേവനെ ദഹിപ്പിച്ച കാമാന്തകൻ, വൈരാഗ്യത്തിന്റെ ഉത്തമ ഉദാഹരണം. 3 അസുര നഗരങ്ങൾ ഒറ്റ അമ്പിൽ തകർത്ത ത്രിപുരാന്തകൻ. പ്രളയത്തിന്റെ സൂചനയായി വന്ന ക്രോധരൂപം രുദ്രൻ. രോഗങ്ങളും ദുഃഖങ്ങളും അകറ്റുന്ന വൈദ്യനാഥൻ. അവസാനം കാലത്തിനുമപ്പുറം നിലകൊള്ളുന്ന കാലപുരുഷൻ. അധർമ്മമുയരുമ്പോൾ, ലോകം തുലയുമ്പോൾ ശിവൻ വരും. ഒരേ രൂപത്തിലല്ല, ആവശ്യമായ രൂപത്തിൽ. ഓം നമഃ ശിവായ.